പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരിയുകയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ
ഒപ്പിടുന്ന പേപ്പറുകൾ, കൈമാറുന്ന രേഖകൾ, കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാ ശുശ്രൂഷ നീക്കുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കൽപ്പനകളുണ്ടല്ലോ, കൽപ്പനകളും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും തമ്മിൽ ഭയങ്കര കണക്ഷൻസാണ്. നമ്മളെ പരിശുദ്ധാത്മാവിൻ്റെയൊക്കെ പ്രവേശിക്കുകയല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ കൈ ഉയർത്തിക്കൊണ്ട് പരിശുദ്ധാത്മാവെ ശക്തി പകർന്നിടണമേ, പരിശുദ്ധാത്മാവെ വന്നിടണമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൈ നീട്ടിക്കൊണ്ട് നമ്മൾ സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കും. പക്ഷേ പരിശുദ്ധാത്മാവെ കിട്ടാനുള്ള വഴികളെല്ലാം നമ്മൾ കൃത്യമായിട്ട് അടക്കുകയും ചെയ്യും തന്ത്രപൂർവ്വം. ഭയങ്കര രസമാണ്. ഉദാഹരണത്തിന് ഞാൻ പറയട്ടെ, ഇപ്പം ഈ കൽപ്പനകളെ 2 ആയിട്ട് സംഗ്രഹിക്കാമെന്ന് പറയണില്ലേ ഈശോ? 22:37 അവൻ പറഞ്ഞു നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക. ഇതാണ് പ്രധാനവും പ്രഥമവുമായ കൽപ്പന. രണ്ടാമത്തെ കൽപ്പന ഇതിന് തുല്യമാണ്. അതായത് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഇനി രസം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 10 കൽപ്പനകളെ കർത്താവ് 2 ചുരുക്കി. എല്ലാത്തിനും ഉപരി ദൈവത്തെ സ്നേഹിക്കുക, നിന്നെ പോലെ അയൽക്കാരനെ സ്നേഹിക്കുക. ഇനി ഈ കൽപ്പനകളുടെ പ്രയോഗതലങ്ങൾ നോക്കി. പ്രയോഗതലങ്ങളെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ പശ്ചാത്തപിക്കുവാൻ, പാപമോചനം യേശുക്രിസ്തു നാമ സ്നാനമേൽക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് പറയണത്. അപ്പോൾ ഈ ദാനങ്ങളെ ശരിക്കും പറഞ്ഞാൽ നിന്നെപ്പോലെ അയൽക്കാരനെ സ്നേഹിക്കാൻ വേണ്ടി പറയുന്ന സ്ഥലത്ത് വെച്ച് അതിൻ്റെ പ്രയോഗ തലങ്ങളിലെ ആണ് ഈ ദാനങ്ങൾ വർക്കൗട്ട് ചെയ്യണത്. അതെന്തൊക്കെയാണത്? ഇപ്പം ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളമാണ് കൊടുത്തെങ്കിലും പ്രതിഫലം നൽകുമെന്നൊക്കെ ഈശോ പറയുന്നില്ലേ? മറ്റു മനുഷ്യനുമായിട്ട് ഈ കൽപ്പനകൾ പ്രയോഗത്തിൽ വരുത്തുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് അഭിഷേകമായി ലഭിക്കുന്നതിന് ഒരു ഡൈനാമിസം ഉണ്ട്, അതിനകത്ത് ഒരു മെക്കാനിസം ഉണ്ട്. അതിന് നിങ്ങൾ ഗലാത്യർ 5:22 വായിച്ചേ. എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ഇവയ്ക്കെതിരായി ഒരു നിയമവുമില്ല. അപ്പോൾ ഇതായത് നമ്മുടെ കൽപ്പനകളുടെ നിന്നെപ്പോലെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറയുമ്പോൾ, നിന്നെപ്പോലെ എന്ന് പറയുമ്പോൾ നമ്മളോട് നമ്മൾ സ്നേഹമുണ്ട് അല്ലേ? നമ്മുടെ ഉയർച്ചയിൽ എല്ലാം നമുക്ക് ആനന്ദമുണ്ട്. പിന്നെന്താ? സ്നേഹം, ആനന്ദം, പിന്നെന്താ? സമാധാനം, ക്ഷമ. നമ്മൾ തന്നെ ഇപ്പോൾ ഒന്നുമില്ല, അങ്ങോട്ട് പോണ വഴിക്ക് ഒരു കസേര കൊണ്ടിട്ട് പെട്ടെന്ന് നമ്മുടെ കൈയിടും. അപ്പം നമ്മൾ ആരുടെ കസേരകൾ നെല്ലുകയൊന്നും ചെയ്തില്ല, നമ്മൾ തന്നെ തൂത്ത് കളയും, അതേ ഉള്ളൂ. നമ്മൾ തന്നെ നമ്മളെ സാന്ത്വനപ്പെടുത്തും. എന്നിട്ട് നമ്മളോട് ക്ഷമിക്കുന്നു എന്നുള്ള അർത്ഥം. പക്ഷേ മറ്റുള്ളവരാണെങ്കിൽ നമുക്ക് അനകുറി അടിക്കും, അതാണ് വിഷയം. അപ്പം നമ്മളോട് തന്നെ നിന്നെ സ്നേഹിക്കണ പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറ്റുന്ന വിഷയത്തിൽ അവരുടെ അപരാധങ്ങൾക്ക് സാരമില്ലെന്ന് പറയുന്നിടത്ത് വെച്ച് പരിശുദ്ധാത്മാവ് നിറയും. ഇത് യുട്ടോപ്യനൊന്നുമല്ല, 10,000 ദൈവത്തിൻ്റെ മക്കൾ ജീവിച്ച ജീവിതമാണ് ഞാൻ പറയണത്. നിങ്ങൾ പതുക്കെ അതിലേക്ക് വരണം. കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ദിവസങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോൾ ദൈവകൽപ്പനകളുടെ പാലനത്തിലും കേവലമായി എന്തിനാണ് കൽപ്പന പാലിക്കണമെന്ന് ചോദിച്ചാൽ ഉടനെ പറയണം പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നിറയാൻ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നിറയാൻ. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നിറയാനാണ് നമ്മൾ കൽപ്പന പാലിക്കണത്, എൻ്റെ ഉദ്ദേശം. അപ്പോൾ പെന്തക്കോസ്തിലേക്ക് പോകുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എന്തെല്ലാം കൊണ്ട് നിറയാൻ പറ്റുമോ? ഇപ്പം നിങ്ങൾ ഒരാളോട് മിണ്ടാതിരിക്കുകയാണ്, അയാളോട് ക്ഷമിച്ച് കഴിയുമ്പോൾ നമ്മൾ അത്രയും ഭാഗം അത്രയും ആ ഒരു മേഖല പരിശുദ്ധാത്മ നിറയുകയാണ്. അപ്പം ക്ഷമയിലൂടെ നമുക്ക് എന്തിനാണ് ക്ഷമിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മ നിറയാൻ. അതാണ് എൻ്റെ ഉത്തരം. അപ്പം അങ്ങനെയാണ് നമ്മൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞു പോണതും ആ സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുകയും ചെയ്യണതും പരിശുദ്ധാത്മാവ് സഹായനായി വരുന്നതും പരിശുദ്ധാത്മാവ് വരാതിരിക്കുന്ന കാര്യങ്ങൾ നമ്മളോട് പറയണതും ഇങ്ങനെ സംരക്ഷണം ആകപ്പാടെയുള്ള ടോട്ടൽ പ്രൊട്ടക്ഷൻ നൽകുന്നതും ഇതുപോലുള്ള പരിശുദ്ധാത്മാവ് വളരുമ്പോഴാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ.
പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ സാക്ഷ്യം പറയുവാനും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തിയതിന് മാതാവിനും ഈശോയ്ക്കും ആദ്യമേ തന്നെ നന്ദി പറയുന്നു. എൻ്റെ പേര് ജോമോൾ. ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വന്നത് 2019 എല്ലാവരെയും പോലെ തന്നെ എനിക്ക് ജീവിതത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായ സമയത്താണ് ഇവിടെ വന്നതും ഉടമ്പടി എടുക്കുന്നതും. അത് കഴിഞ്ഞിട്ട് എനിക്ക് വിദേശത്ത് പോകാനുള്ള എക്സാമും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഉടമ്പടി എടുത്തു. ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. ഇൻ്റർവ്യൂ പാസ്സായി. അച്ഛൻ്റെ കൈവപ്പ് വഴി ശുശ്രൂഷ സംബന്ധിച്ച് പ്രാർത്ഥിച്ചു. ഉടമ്പടിക്ക് ആശീർവാദം വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് സൗദിയിൽ നേഴ്സായി ജോലി ലഭിച്ചു. ഇപ്പം ഒരു 7 വർഷമായിട്ട് ഞാൻ അവിടെ ജോലി ചെയ്യുന്നു. ഈ നിമിഷം വരെ അമ്മ നടത്തിയ വഴികൾക്ക് നന്ദി പറയുന്നു. രണ്ടാമതായി എൻ്റെ ബ്രദറിൻ്റെ വിവാഹം നടക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 8 വർഷമായി ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. ഒരു 8 വർഷമായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുന്നു, പല രീതിയിൽ അന്വേഷിക്കുന്നു, മാട്രിമോണിയിൽ കൊടുക്കുന്നു, ഒന്നും ശരിയാവുന്നില്ല. അങ്ങനെ കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞു ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. 1 പത്രോസ് 5:6-7 പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുവാൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളുമെന്ന്. അതിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ബ്രദറിനോട് പറഞ്ഞു ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഉടമ്പടി എടുത്തു. അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയെല്ലാം കഴിഞ്ഞു പോയി. തിരിച്ചു വന്നു. ഒരു ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൽ പറയുന്നുണ്ടായിരുന്നു 40 ദിവസത്തിനുള്ളിൽ എല്ലാ കാര്യങ്ങളും ശരിയാകുമെന്ന്. അപ്പം ഞാനത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അവൻ ഉടമ്പടി പുതുക്കി 40 ദിവസത്തിനുള്ളിൽ അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കണ്ടു, സംസാരിച്ചു. ഈ 8 വർഷമായിട്ട് ഞങ്ങളുടെ വീടിനടുത്തുള്ള അറിയാവുന്നൊരു ചേട്ടൻ തന്നെയാണ് ഈ വിവാഹാലോചന കൊണ്ടുവന്നത്. അത് മാതാവിൻ്റെ ഒരു പ്രത്യേക ഇടപെടലും മൂലം മാത്രമാണ് നടന്നത്, ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അവൻ്റെ ജീവിതത്തിലും ആത്മീയ മേഖലയിലും ഒത്തിരി മാറ്റങ്ങളുണ്ടായി. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, നമുക്കെല്ലാം ജോലി ലഭിച്ചു. നമ്മൾ വിദേശത്ത് പോയി കഴിയുമ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ പ്രാർത്ഥനയില്ല, റൂംമേറ്റ്സ് ആവും. ഇപ്പോൾ ഉള്ള ഒരു അടിച്ചുപൊളി ജീവിതത്തിലേക്ക് നമ്മളെല്ലാവരും പോകും. അപ്പോൾ അവൻ്റെ ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും കുറച്ച് മാറ്റങ്ങൾ വന്നു. മദ്യപാനവും അങ്ങനത്തെ കൂട്ടുകാർ വരുമ്പോഴത്തേക്കും കൂട്ടുകൂടുന്ന അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ദൈവത്തിന് കൂടുതൽ സമയം കൊടുക്കാനായിട്ട് പരിശ്രമിച്ചു. പിന്നെ വിശുദ്ധ കുർബാനയിലും കുമ്പസാരവും കുടുംബ പ്രാർത്ഥനയും രാവിലെയുള്ള പ്രത്യക്ഷീകരണ പ്രാർത്ഥനകളും അതിലെല്ലാം കൂടുതൽ ദൈവത്തിന് വേണ്ടി കുറച്ച് സമയം കൂടുതലായിരിക്കുവാനും വീട്ടിലെല്ലാവരും കുടുംബ പ്രാർത്ഥനയിൽ ഒന്നിച്ച് പങ്കെടുക്കുവാനും അങ്ങനെയുള്ള രീതിയിലായപ്പോൾ തന്നെ ഒരു ദൈവിക ചൈതന്യം വരാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ ബ്രദറിൻ്റെ വിവാഹം കഴിഞ്ഞ മാസം 27-ാം തീയതി വളരെ നല്ല രീതിയിൽ കാനായിലെ കല്യാണ വിരുന്നിൽ മാതാവും ഈശോയും വന്ന് നടത്തിയതുപോലെ തന്നെ ഒരു പ്രയാസങ്ങളുമില്ലാതെ ആലീസ് എന്ന് പറയുന്ന സ്വർഗം തുറന്ന് ദൈവം ഞങ്ങൾക്ക് അവനൊരു ജീവിത പങ്കാളിയെ നൽകി. അവർ സന്തോഷമായിട്ടിരിക്കുന്നു. അടുത്ത മാസം ഞങ്ങൾ 2 പേരും തിരിച്ച് പോവുകയാണ്. അതിനു മുമ്പ് അമ്മയ്ക്ക് നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഈ അൾത്താരയിൽ നിൽക്കുന്നത്. ഇത് രണ്ടുമാണ് എനിക്ക് പ്രധാനപ്പെട്ട സാക്ഷ്യം. പിന്നെ ചെറുതും വലുതുമായി അമ്മ ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. രോഗസൗഖ്യം, ഞാൻ സൗദിയിലായിരുന്ന സമയത്ത് അമ്മയ്ക്ക് കുറച്ച് ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ വന്ന് ആ സമയത്ത് എൻ്റെ അനിയത്തിയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അവൾ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി മരുന്നൊക്കെ വാങ്ങിച്ചു കഴിച്ചെങ്കിലും അമ്മയ്ക്ക് അത് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ശാരീരികമായിട്ട്. അപ്പം നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചു ഉപ്പും തൈലവും ഒക്കെ പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റി മാതാവും ഈശോയും പൂർണ്ണ സൗഖ്യം കൊടുത്തു. ഇതെൻ്റെ മകനാണ് ഏതൻ. അവനാണെങ്കിൽ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻ കൂടിയിട്ട് അവന് CT സ്കാനൊക്കെ ചെയ്തു. ഡോക്ടർ പറഞ്ഞു ഇൻഫെക്ഷൻ കൂടിയിട്ടുണ്ട്, അപ്പോൾ അതിന് മരുന്ന് കഴിക്കണം. മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്തു, ഇൻഹേലർ സ്റ്റാർട്ട് ചെയ്തു.
ഈ സമയത്തെല്ലാം ഞാൻ സൗദിയിലാണ്. നമുക്കറിയാം, നമ്മൾ നാട്ടിൽ നിന്ന് വിട്ട് നിൽക്കുമ്പം നമ്മൾക്ക് മാനസികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുന്ന സമയത്താണ്. ആ സമയത്തെല്ലാം ഞാൻ അവിടെ നിന്നുകൊണ്ട് എൻ്റെ നെഞ്ചത്ത് തൈലവും ഇതൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞപ്പോൾ അവർ തേനും കാര്യങ്ങളൊക്കെ അവന് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ച് നാൾ അവന് ഇൻഹേലർ എടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കാൻ തുടങ്ങി. അവന് തന്നെ ഒരു വിശ്വാസമുണ്ട്. അവൻ തന്നെ എടുത്ത് പോയി തൈലമൊക്കെ എടുത്ത് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയും ഉപ്പ് കഴിക്കുന്ന ഭക്ഷണത്തിലെടുത്ത് കഴിക്കുകയും പ്രാർത്ഥിക്കും. അത് മാറുമെന്നൊരു വിശ്വാസം അവനും ഉണ്ട്. അങ്ങനെ അവൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇൻഹേലറൊക്കെ സ്റ്റോപ്പ് ചെയ്തു. ഇപ്പോൾ അവൻ മിടുക്കനായിട്ടിരിക്കുന്നു. അസുഖങ്ങളൊന്നുമില്ല. ദൈവമാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തികളായിട്ടും പ്രശുദ്ധ പ്രവൃത്തികളായിട്ടും ഞങ്ങൾ ചെയ്യുന്നത്, ഗൾഫിലായിരിക്കുന്ന സമയത്ത് ഞങ്ങൾ പത്രം നമ്മൾ വാങ്ങിച്ചിട്ട് ഇവിടെ തന്നെ ഞാനും എൻ്റെ ബ്രദറും കൂടി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയായിരുന്നു. ബ്രദർ ഉടമ്പടി എടുത്തതാണ്. അവന് പുതുക്കിയ സമയത്ത് കഴിഞ്ഞ മാസം ഞങ്ങൾ വന്ന് പുതുക്കി. അപ്പോൾ പത്രം വാങ്ങിച്ച് ഞങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊടുക്കുകയും ചെയ്തു. പിന്നെ വീടുകളിൽ രോഗികളായി കിടക്കുന്ന അമ്മച്ചിമാരുടെ അടുത്ത് പോയി അവരോട് കുറച്ച് നേരം സംസാരിക്കുവാനും, പിന്നെ അവർക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കാനുള്ള ആരുമില്ലാത്തതുകൊണ്ട് മരുന്നൊക്കെ വാങ്ങിച്ചു കൊടുക്കാനും, അങ്ങനത്തെയുള്ള കാരുണ്യപ്രവൃത്തികളാണ് കൂടുതലും ചെയ്യുന്നത്. ഗൾഫിലായിരിക്കുമ്പോൾ അവിടെ നമ്മൾ ഒരു യൂണിറ്റിൽ ഉണ്ട്, പ്രെയർ യൂണിറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് സഹായങ്ങളൊക്കെ ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ അതിനാവശ്യമുള്ള പൈസ സാലറി കയറുമ്പോൾ തന്നെ നമ്മൾ ഒരു വിഹിതം അതിനു വേണ്ടി മാറ്റിവെച്ച് അവരെ സഹായിക്കാൻ വേണ്ടി കൊടുക്കും. ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റം നമുക്കറിയാം. നമ്മളെല്ലാവരും കൂടുതൽ സമയം യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ സ്ക്രോൾ ചെയ്ത് സമയം കളയുന്നതാണ്. അപ്പം ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു. കുറേയൊക്കെ അതൊക്കെ മാറ്റി ഫ്രീ ടൈം കിട്ടുമ്പോൾ ജപമാല ചെയ്യാനും ബൈബിൾ വായിക്കാനും അതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തും. പിന്നെ വിശുദ്ധ കുർബാന അതെനിക്ക് ആഴ്ചയിൽ 1 അവിടെ ഉള്ളത്. അതിൽ പങ്കെടുക്കും. 2 ആഴ്ച കൂടുമ്പം കുമ്പസാരിക്കാനും അതിനുള്ള കൃപ ദൈവം തന്നു. അതിനുള്ള ഒരു സമയവും സാഹചര്യമൊക്കെ ദൈവം എനിക്ക് ഒരുക്കി തന്നു. അതുകൊണ്ട് കുർബാനയ്ക്കും വിശുദ്ധ കുമ്പസാരത്തിനും എനിക്ക് പോകാൻ പറ്റുന്നുണ്ട്. അവിടെ നാട്ടിൽ വന്ന സമയത്തും എല്ലാ ദിവസവും കുർബാനയിൽ മുടങ്ങാതെ പോകാൻ പരിശ്രമിക്കുന്നു. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും കാണാറുണ്ട്. ആഴ്ചയിലുള്ള സാക്ഷ്യം, ആഴ്ചയിലുള്ള ഉടമ്പടി ധ്യാനം അത് കാണും. കണ്ടിട്ടത് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. ഇത്രയുമാണ് എൻ്റെ ഉടമ്പടിയിലുള്ളത്. പിന്നെ എൻ്റെ ബ്രദർ പറയും അവൻ്റെ വിവാഹ ജീവിതത്തിലേക്ക് മാതാവ് അനുഗ്രഹിച്ചതിനെ പറ്റി. എൻ്റെ പേര് ജോമോൻ എന്നാണ്. ഞാൻ 22/5/2025 ഉടമ്പടി എടുത്തത്. പിന്നെ അത് കഴിഞ്ഞ് 22/12/2025 വീണ്ടും പുതുക്കി 1 മാസത്തിന് ശേഷം എൻ്റെ വിവാഹം റെഡിയായി. ഇപ്പോൾ സുഖമായിട്ട് ഞങ്ങൾ കഴിഞ്ഞ മാസം 27-ാം തീയതി ആയിരുന്നു കല്യാണം. എല്ലാം നല്ല സന്തോഷമായിട്ട് നടന്നു. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി അറിയിക്കുന്നു. അവിടുന്ന് നിൻ്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ. അവിടുന്ന് നിൻ്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ. സങ്കീർത്തനം 20:4 ഉടമ്പടിയിൽ ദൈവഹിതത്തോട് ചേർന്ന് ഹൃദയാഭിലാഷം ദൈവം അനുഗ്രഹിക്കും. അവൻ പറയുന്നത് ചെയ്യുവേൻ എന്നാണ് പരിശുദ്ധ അമ്മ നമ്മോട് പറഞ്ഞത്. പ്രാർത്ഥനയും വിശ്വാസവും പ്രവൃത്തിയും ചേരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പദ്ധതികൾക്ക് പുതിയൊരു ദിശയാണ് ലഭിക്കുന്നത്. പുതിയ വഴികൾ തുറന്നു തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ഉടമ്പടിയിൽ സമർപ്പിക്കുന്ന നമ്മുടെ ഹൃദയാഭിലാഷങ്ങൾ കൃപാസനം അമ്മയാണ് ഈശോയുടെ സന്നിധിയിലേക്ക് കൊണ്ടുപോകുന്നത്, വഹിച്ചുകൊണ്ട് പോകുന്നത്. ദൈവഹിതത്തിന് യോജിക്കുന്നവ ദൈവം ഉടമ്പടിയിൽ ഉടനടി നമുക്ക് മറുപടി നൽകുകയാണ്. ചിലപ്പോൾ ദൈവം അതിലും നല്ല പദ്ധതി നൽകിയാണ് നമ്മെ അനുഗ്രഹിക്കുന്നത്. ജോമോൾ ജെയിംസ് എന്ന മകളുടെ സാക്ഷ്യത്തിൽ വിദേശത്ത് പോകാനുള്ള ആഗ്രഹത്തോടെ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും പിന്നീട് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ വഴി ഈ മകൾക്ക് ഒരു നല്ല ജോലി നൽകി ഈശോയും അമ്മയും അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. പിന്നീട് പറഞ്ഞ കാര്യം ബ്രദറിൻ്റെ വിവാഹത്തിൻ്റെ കാര്യമാണ്. 8 വർഷത്തോളം അന്വേഷിച്ചു, പക്ഷെങ്കിൽ നടന്നില്ല.
ഈ മകളും ആങ്ങളെയും ഒന്നിച്ച് വന്ന് ഉടമ്പടി എടുത്തു. ഈ മകൻ ഉടമ്പടി എടുത്ത് 1 മാസത്തിനുള്ളിൽ ഇത്രയും നാൾ ശ്രമിച്ച ഒരു വിവാഹമായിരുന്നു. പക്ഷെങ്കിൽ ഉടമ്പടി എടുത്ത ഉടനെ 1 മാസത്തിനുള്ളിൽ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ചേട്ടനാണ് ഇവരുടെ വിവാഹത്തിൻ്റെ കാര്യത്തിൽ അറേഞ്ച് ചെയ്തത്. ഉടമ്പടി ഉടനടി പരിഹാരമെന്ന് നാം കേട്ടിട്ടുണ്ട്. ഇവിടെ 8 വർഷമാണ് 1 മാസത്തിനുള്ളിൽ സമയചുരുക്കത്തിൻ്റെ അമ്മ കാനായിലും വിവാഹ വിരുന്നിൽ അമ്മയാണ് ഇടപെട്ടത്. ഇവരുടെ വിവാഹ കാര്യത്തിലും അമ്മയുടെ ഒരു നല്ല ഇടപെടലാണ്. കാരണം 8 വർഷത്തോളം വിവാഹത്തിന് വേണ്ടി ആഗ്രഹിച്ചു. പക്ഷെങ്കിൽ ഈ മകൻ ഉടമ്പടി എടുത്ത് 1 മാസത്തിനുള്ളിൽ സമയചുരുക്കത്തിൻ്റെ അമ്മ കൃപാസനം അമ്മ ഇടപെടുകയും ഈ മകന് നല്ലൊരു ജീവിത പങ്കാളിയെ നൽകി അനുഗ്രഹിക്കുകയുമാണ് ചെയ്തത്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് തന്നെയാണ് 27-ാം തീയതി 7 എന്ന ഡേറ്റിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുണ്ട്. ഈ മക്കളുടെ വിവാഹം കഴിയുകയും അമ്മയുടെ സന്നിധിയിൽ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈ മക്കൾ ഇന്ന് പരിശുദ്ധ അമ്മയുടെ അരികിലേക്ക് വന്നിരിക്കുന്നത്. തന്നെയുമല്ല, ഈ മകൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. ഡെയിലി ബ്രെഡിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറഞ്ഞു 40 ദിവസത്തിനുള്ളിൽ എല്ലാ കാര്യവും നടക്കുമെന്ന് ഈ മകൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയായിരുന്നു. ആ 40 ദിവസത്തിനുള്ളിൽ തന്നെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചപ്പോൾ ഈ മകളുടെ പ്രാർത്ഥനയും ഈശോയും അമ്മയും കേൾക്കുകയാണ്. അങ്ങനെയാണ് ഈ മകളുടെയും മകൻ്റെയും പ്രാർത്ഥനയുടെ ഫലമാണ് ഇന്ന് വിവാഹം കഴിഞ്ഞ് മക്കൾ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നത്. അമ്മയുടെ രോഗസൗഖ്യം അതുപോലെ തന്നെയാണ്. നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് അമ്മയ്ക്ക് രോഗസൗഖ്യവും മകന് ഉള്ള ശ്വാസകോശ ഇൻഫെക്ഷനും പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ട് അമ്മയ്ക്ക് നന്ദി പറയുന്നത്. ഈശോയോടും അമ്മയോടും ചേർന്ന് നിൽക്കുമ്പോൾ, ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ അവിടുന്ന് നിൻ്റെ ഹൃദയാഭിലാഷ സാധിച്ചു തരട്ടെ, അവിടുന്ന് നിൻ്റെ ഉദ്യമങ്ങൾ സഫലമാകട്ടെ എന്ന് കേട്ട സങ്കീർത്തനം നമ്മുടെ ജീവിതത്തിൽ സാക്ഷാത്കരിക്കുകയാണ്. നമ്മുടെ ഓരോ ഹൃദയാഭിലാഷങ്ങളും നമ്മൾ നിയോഗമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയും അമ്മയും ഏറ്റെടുക്കുകയാണ്. നമ്മുടെ ഉദ്യമങ്ങൾ ഈശോയുടെയും അമ്മയുടെയും ആഗ്രഹങ്ങൾക്കനുസരിച്ചാണ് എങ്കിൽ, ദൈവത്തിൻ്റെ ഹൃദയം അനുസരിച്ചാണെങ്കിൽ ആ ഓരോ ഉദ്യമങ്ങളും സഫലമാക്കുന്നതായിട്ടാണ് നാം ഓരോ സാക്ഷ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഉടമ്പടി ജീവിതം നമ്മുടെ ഹൃദയാഭിലാഷങ്ങൾ സാധിച്ചു തരുന്ന ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ഓരോ ഉദ്യമങ്ങളും സഫലമാകുവാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ, ആത്മാർത്ഥതയോടെ, വിശ്വസ്തയോടെ നയിക്കുവാൻ ഈശോയും അമ്മയും നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ജോമോൾക്കും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വന്ന് സാക്ഷ്യം പറയാം അനുഗ്രഹം നൽകിയതിന് ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് ജെയിൻ ജോയ്. ഞാൻ കാലടി സെൻറ്റ് ജോർജ് ഇടവകയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ അമ്മ ജിനി ജോയ്. ഇതെൻ്റെ അമ്മച്ചി എൽസി ഔസേപ്പ്. ഞാൻ എൻ്റെ നഴ്സിംഗ് പഠനകാലത്ത് മാതാവ് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. 10ാം ക്ലാസ്സിലും +2ലും ഞാൻ എൻ്റെ അമ്മയുടെ ഒപ്പം ഇവിടെ വന്ന് ഉടമ്പടി ധ്യാനം കണ്ടതിൻ്റെ ഫലമായിട്ട് എനിക്ക് 10ലും +2ലും ഉന്നത വിജയം ലഭിച്ചു. നഴ്സിംഗ് 2019 ഞാൻ 10ാം ക്ലാസ്സിൽ എക്സാം എഴുതിയത്. ആ സമയത്ത് കൃപാസനത്തിൽ വരികയും അമ്മയുടെ ഒപ്പം ഉടമ്പടി ധ്യാനം ഇവിടെ കൂടുകയും ചെയ്തു. എനിക്ക് ഫുൾ A+ ലഭിച്ചു. പിന്നെ +2ലും ഇതുപോലെ തന്നെ അമ്മയുടെ ഒപ്പം ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി ധ്യാനം കൂടുകയും അതിൻ്റെ ഫലമായിട്ട് എനിക്ക് +2ൽ 5 A+ഉം 1 Aയും ലഭിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ 2021 നഴ്സിങ്ങിന് സെൻറ്റ് തെരേസാസ് കോളേജ് ഓഫ് നഴ്സിംഗ് ബാംഗ്ലൂരിൽ ചേർന്നു. നഴ്സിംഗ് ഫസ്റ്റ് ഇയറിൻ്റെ സമയത്ത് എനിക്ക് പഠിക്കാൻ പരീക്ഷാ സമയങ്ങളിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. ആ സമയത്ത് ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. പിന്നെ ബൈബിൾ വായിക്കുമായിരുന്നു. എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു. അവിടെ ഞങ്ങൾക്ക് ഹോസ്റ്റലിൽ കുർബാനയുണ്ട്. അപ്പോൾ ഹോസ്റ്റലിൽ കുർബാനയ്ക്ക് എല്ലാ ദിവസവും പങ്കെടുക്കുമായിരുന്നു. എക്സാം സമയത്ത് പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഞാൻ തൈലം പുരട്ടിയിട്ടാണ് പോകാറ്. പിന്നെ എക്സാം ഹാളിൻ്റെ ഉള്ളിൽ ഞാൻ ഉപ്പിടുകയും ചെയ്യാറുണ്ട്. പക്ഷേ ഫസ്റ്റ് ഇയറിൻ്റെ പരീക്ഷ ഒരു വിഷയം ഞാൻ എഴുതുന്നതിൻ്റെ ഇടയിൽ എനിക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നി. ക്വസ്റ്റ്യൻ നമ്പർ മാറിപ്പോവുകയുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി. പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മേനെ വിളിച്ചിട്ട് കരഞ്ഞ് പറഞ്ഞു, ഞാൻ കിട്ടാൻ വഴിയില്ല, എനിക്ക് ഭയങ്കര പാടായിരുന്നു, ക്വസ്റ്റ്യൻ നമ്പർ ഭയങ്കര
മാറിയൊക്കെ പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, നീ മാതാവിനെ മുറുക്കെ പിടിച്ചിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി, വിശ്വാസ പ്രമാണം ചെല്ലുക, അതുപോലെ തന്നെ പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയും ചൊല്ലി മാതാവിനെ മുറുക്കെ പിടിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അമ്മ പറഞ്ഞതനുസരിച്ച് ഞാൻ മാതാവിനെ മുറുക്കെ പിടിച്ച് പ്രാർത്ഥിക്കുകയും പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചൊല്ലുകയും വിശ്വാസ പ്രമാണം എല്ലാം ചൊല്ലുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് നഴ്സിംഗിലെ ഫസ്റ്റ് ഇയറുടെ എക്സാം റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സാവുകയും എനിക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടുകയും ചെയ്തു. ഇതുപോലെ തന്നെ സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും ഫോർത്ത് ഇയറിലും എനിക്ക് പരീക്ഷാ സമയങ്ങളിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ തോന്നി. പക്ഷെ ഞാൻ എല്ലാ പ്രാവശ്യവും എല്ലാ പരീക്ഷാ സമയങ്ങളിലും ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയും തൈലം പുരട്ടിയിട്ടാണ് എല്ലാ പ്രാവശ്യവും എക്സാമിന് പോവുകയും ചെയ്യുക. പിന്നെ എക്സാം ഹാളിൽ ഉപ്പിടുകയും ചെയ്തിരുന്നു. ഇതുപോലെ തന്നെ എല്ലാ വർഷവും പരീക്ഷാ സമയങ്ങളിൽ എനിക്ക് ചില വിഷയങ്ങളിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയ സമയങ്ങളുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ അമ്മേനെ വിളിച്ച് കരഞ്ഞ് പറയാറുണ്ട്. അപ്പോഴും അമ്മേനെ എന്നോട് പറയുന്നത് മാതാവിനെ മുറുകെ പിടിച്ചാൽ മതി എന്ന് മാത്രമാണ്. അങ്ങനെ ഞാൻ മാതാവിനെ മുറുകെ പിടിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് എല്ലാ വർഷവും നല്ല രീതിയിൽ പാസ്സാവാൻ എനിക്ക് സാധിച്ചു. സെക്കൻഡ് ഇയറിൽ ഫസ്റ്റ് ക്ലാസ്സും തേർഡ് ഇയറിൽ ഡിസ്റ്റിങ്ഷനും ഫോർത്ത് ഇയറിലും ഫസ്റ്റ് ക്ലാസ് എനിക്ക് ലഭിച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഫോർത്ത് ഇയറിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് റാങ്ക് ലഭിക്കണമെന്ന്, ഏതിലൊരു വിഷയത്തിന് റാങ്ക് ലഭിക്കണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ടായിരുന്നു. ആ ആഗ്രഹമുള്ളത് കൊണ്ട് ഞാൻ മാതാവിൻ്റെ രൂപത്തിൻ്റെ അടിയിൽ ഞാൻ ഒരു പേപ്പറിൽ എഴുതിയിട്ടു എനിക്ക് റാങ്ക് ലഭിക്കണം എന്ന് ഞാൻ മാതാവിൻ്റെ രൂപത്തിൽ അടിയിൽ എഴുതി വെച്ചിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ വർഷം ഞാൻ പഠിച്ചിറങ്ങി. ഫോർത്ത് ഇയറിൻ്റെ റിസൾട്ട് വരണേക്കാൾ മുമ്പ് നാട്ടിലായിരുന്നപ്പോൾ ഞാൻ എൻ്റെ കുടുംബവും കൂടിയിട്ട് ഒരു കുടുംബ നവീകരണ ധ്യാനത്തിന് പോയിരുന്നു. അവിടെ വെച്ചൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് റാങ്ക് ലഭിക്കണം എന്നൊക്കെ പ്രാർത്ഥിച്ചു. പിന്നീട് ഞാൻ പ്രാർത്ഥിച്ചു മാതാവിനോട്, എനിക്ക് റാങ്ക് വേണ്ട മാതാവേ എന്ന് ഞാൻ പറഞ്ഞു. അത് അർഹതപ്പെട്ടവർക്ക് കൊടുത്തേക്ക്. കാരണം ഞാൻ ക്ലാസ്സിലൊക്കെ എപ്പോഴേലും കിടന്നുറങ്ങുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ എല്ലാ ദിവസവും ഇരുന്നൊന്നും പഠിക്കുന്ന ഒരു വ്യക്തിയല്ല. അപ്പോൾ എനിക്ക് വേണ്ടത് ക്ലാസ്സിൽ കുറേ പഠിക്കുന്ന വേറെ കുട്ടികളുണ്ട്, അവർക്കൊക്കെ കൊടുത്തേക്ക്, അർഹതപ്പെട്ടവർക്ക് മാത്രം കൊടുത്തേക്ക്, എനിക്ക് വേണ്ട എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ എനിക്ക് എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഫസ്റ്റ് ക്ലാസ്സാന്ന് പറഞ്ഞു. അതിൻ്റെ നന്ദി മാതാവിനോട് പറയാനായിട്ട് ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ കൃപാസനത്തിൽ വന്ന് നന്ദി പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ തലേ ദിവസം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, നീ ഉടുമ്പടി എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് പേടിയുണ്ട്. കാരണം അത് കൃത്യമായി പാലിക്കാൻ പറ്റുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അതുകൊണ്ട് എടുക്കണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനാണ് എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് രാത്രിയാണ് റാങ്ക് ലിസ്റ്റ് വന്നതും എനിക്ക് ഫസ്റ്റ് ഇയറിൽ അനാറ്റമി ആൻഡ് ഫിസിയോളജി എന്ന വിഷയത്തിന് എനിക്ക് 8th റാങ്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലഭിച്ചു എന്നറിഞ്ഞതും. അത് മാതാവിൻ്റെ ഒരു അനുഗ്രഹത്താൽ മാത്രമാണ് എനിക്ക് കിട്ടിയത്. കാരണം ക്ലാസ്സിൽ അത്രയും ചുരുക്ക പേർക്ക് മാത്രമാണ് കിട്ടിയത്. അതിൻ്റെ ഇടയിൽ എന്നെയും ചെറുക്കുക എന്നുള്ളത് എന്നെ കൊണ്ട് എനിക്ക് ഒരിക്കലും കഴിയില്ലായിരുന്നത്. എനിക്ക് അസാധ്യമായൊരു കാര്യം മാതാവ് എനിക്ക് സാധ്യമാക്കി തന്നു. അപ്പോൾ എനിക്കതിന് 1000 മാതാവിനോട് നന്ദിയുണ്ട്. അപ്പോൾ ഞാൻ ഉറപ്പിച്ചു, ഞാൻ എന്തായാലും ഉടമ്പടി എടുക്കാം എന്ന് ഞാൻ തീരുമാനിച്ചു. പിറ്റേ ദിവസം തന്നെ ഞാൻ കൃപാസനത്തിൽ വന്നപ്പോൾ ഞാനിവിടെ ഉടമ്പടി എടുത്തു. ഇപ്പോൾ ഉടമ്പടി എടുത്തിട്ട് 2 മാസമായി. എനിക്ക് ഉടമ്പടി ജീവിതത്തിൽ ആദ്യം എനിക്ക് കൃപാസന പത്രണം എല്ലാവർക്കും കൊടുക്കാനൊക്കെ ആദ്യമൊരു മടിയുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഇപ്പം ഞാൻ കുറച്ചുകൂടി ആത്മീയമായി വളർന്നു. പണ്ട് ഞാൻ ഹോസ്റ്റലിലായിരുന്നപ്പോൾ ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്കൊക്കെ പോയിരുന്നു. പക്ഷെ അത് അത്ര ആത്മീയമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവിടെ സിസ്റ്റർമാരുടെ നിർബന്ധമായിരുന്നു എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോവുക എന്നുള്ളതൊക്കെ. പക്ഷെ അതുകൊണ്ട് മാത്രമാണ് ഞാൻ കുർബാനയ്ക്കൊക്കെ പോയിരുന്നത്. പക്ഷെ ബൈബിളെല്ലാം വായിക്കുമായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്ത ശേഷം ഞാൻ എല്ലാ ദിവസവും എൻ്റെ ഇഷ്ടപ്രകാരം തന്നെ ഞാൻ കുർബാനയ്ക്ക് പോകുമായിരുന്നു. അങ്ങനെ ആരും നിർബന്ധിച്ചുകൊണ്ട് മാത്രമല്ല, എനിക്ക് ആരും നിർബന്ധിച്ചില്ല എന്നോട് കുർബാനയ്ക്ക് പോകണം എന്നൊന്നും പറഞ്ഞില്ല. പക്ഷെ എൻ്റെ ഇഷ്ടപ്രകാരം തന്നെ കുർബാന കൂടണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും ഇപ്പോൾ കുർബാനയ്ക്ക് പോകുന്നുണ്ട്, ബൈബിൾ വായിക്കുന്നുണ്ട്. ചെറിയ ചെറിയ രീതിയിൽ എന്നെ കൊണ്ട് സഹായങ്ങൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എല്ലാവർക്കും സഹായങ്ങൾ ചെയ്യാറുണ്ട്. ഇത്രയും നല്ല അനുഗ്രഹം നൽകിയതിന് ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് ജിനി ജോസ്. ഞാൻ 2019 കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത്. 2019 ഞാനും മകളും ഇവിടെ വന്ന് ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുക്കുകയും 2019, 20, 21 വർഷങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുക്കുകയും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ മകൾക്ക് ലഭിച്ച അനുഗ്രഹത്തെപ്പറ്റി എൻ്റെ മകൾ സംസാരിക്കുകയുണ്ടായി. 2021 മുമ്പ് ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞാൻ 2021 ഡിസംബർ മാസം ഞാൻ ഇറ്റലിയിലേക്ക് പോയി ജോലിക്കായിട്ട്. 2022 നവംബർ മാസം ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. എല്ലാവർക്കും ആഗ്രഹം പോലെ ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്ന ആളുകളുടെ സാക്ഷ്യം കേട്ടിട്ട്
എനിക്കും മാതാവിൻ്റെ ഒരു പ്രത്യക്ഷപ്പെടുന്ന അല്ലെങ്കിൽ മാതാവിൻ്റെ നിന്ന് സുഗന്ധമുണ്ടാകുന്നു എന്ന് പറയുന്നതൊക്കെ കേൾക്കുമായിരുന്നു. അതുപോലെ എൻ്റെ കുടുംബത്തിനും അങ്ങനെ ഒരു അനുഗ്രഹം വേണമെന്ന് ഞാൻ മാതാവിനോടും ഈശോടും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ ഭർത്താവിന് സ്വപ്നത്തിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടു, കൊന്ത ധരിക്കണമെന്ന് പറഞ്ഞു. എൻ്റെ ഭർത്താവിന് കൃപാസന മാതാവിൽ കൂടുതൽ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ മാതാവ് പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം എൻ്റെ ഭർത്താവ് കൊന്ത ധരിക്കുകയും എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയിൽ വന്ന് പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ എൻ്റെ ഭർത്താവിന് കൃപാസന മാതാവിൽ വിശ്വാസമുണ്ടായി. 2025 എൻ്റെ ഭർത്താവ് ആത്മീയമായി ഉന്നതിയിലേക്ക് വന്നിരുന്നു. 2025 ജൂലൈ മാസത്തിൽ എൻ്റെ അമ്മച്ചിക്ക് കടുത്ത പനിയും ലൂസ് മോഷനും ഛർദിയും വയറുവേദനയും ഉണ്ടായി. ഒരാഴ്ച അടുത്തുള്ള ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് നടത്തിയിരുന്നു. ഒരാഴ്ച കഴിഞ്ഞിട്ടും അമ്മച്ചിക്ക് കുറവില്ലാത്തത് കണ്ടപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ അമ്മച്ചിക്ക് എത്രയും വേഗം യൂട്രസ് റിമൂവ് ചെയ്യണമെന്നും യൂട്രസിൽ ഭയങ്കര കട്ടിയാണ്, കിഡ്നിയിലും പിത്തസഞ്ചിയിലും സിസ്റ്റാണെന്നും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ LF ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിക്കുകയും അമ്മച്ചിക്ക് ഞാനും എൻ്റെ ചേച്ചിയും ഉടുമ്പടി ഉപ്പും തൈലവും എന്നും പുരട്ടി കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഫലമായി അവിടെ ബയോപ്സിക്ക് എടുക്കുകയും ബയോപ്സി റിസൾട്ടിൽ അമ്മച്ചിക്ക് ഒരു കുഴപ്പവുമില്ല, 6 മാസം കഴിയുമ്പോൾ ഒന്നും കൂടി ചെക്കപ്പ് നടത്തണമെന്നും ഓപ്പറേഷൻ വേണ്ട എന്നും പറഞ്ഞു. അങ്ങനെ 6 മാസം കഴിഞ്ഞപ്പോൾ സ്കാൻ ചെയ്തു, അതിലും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇത് നൽകിയ മാതാവിന് ഈശോയ്ക്കും 1000 നന്ദി. അടുത്തതായിട്ട് എൻ്റെ അപ്പച്ചൻ്റെ കാര്യമാണ്. ഞങ്ങളുടെ വീടും സ്ഥലവും എയർപോർട്ട് വന്നപ്പോൾ എയർപോർട്ടിന് വേണ്ടി എടുത്തിരുന്നു. അതിൻ്റെ ഫലമായി എൻ്റെ സഹോദരന് ജോലി ലഭിക്കുകയും കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ സഹോദരൻ ആ ജോലിയിൽ നിന്ന് പോരുകയും ചെയ്തു. അങ്ങനെ വന്നപ്പോൾ എൻ്റെ അപ്പച്ചനും അമ്മച്ചിക്കും വരുമാന മാർഗമില്ലാതെയായി. അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പച്ചന് എയർപോർട്ടിൽ കാറ് ഇട്ട് ഓടിക്കുന്നതിനുള്ള പെർമിറ്റ് ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ അപേക്ഷ നൽകി. കുറേ നിയമ തടസ്സങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഞാനും എൻ്റെ ചേച്ചിയും ഉടമ്പടി നിയോഗത്തിൽ വച്ചിരുന്നതിൻ്റെ ഫലമായും ഉടമ്പടി ഉപ്പ് ആ ഓഫീസിനും അടുത്ത് ഫ്രണ്ടിലായിട്ട് വിതറിയതിൻ്റെ ഫലമായും നിരന്തരമായ പ്രാർത്ഥനയിലും ആ പെർമിറ്റ് അപ്പച്ചന് ലഭിക്കുകയും അവർക്കൊരു വരുമാന മാർഗമാവുകയും ചെയ്തിരുന്നു. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എനിക്ക് ഈ ആത്മീയമായിട്ട് ഞാൻ അങ്ങനെ വളർന്നിരുന്നില്ല. വിശുദ്ധ കുർബാനയിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രം പങ്കെടുക്കുകയും കുമ്പസാരം ഇടയ്ക്ക് മാത്രം ചെയ്യുമായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും മാസത്തിൽ 2 പ്രാവശ്യം കുമ്പസാരിക്കുകയും ചെയ്തു പോന്നിരുന്നു. കുടുംബ പ്രാർത്ഥനയിൽ എന്നും പങ്കെടുക്കുകയും ചെയ്തിരുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്നും രാവിലെയുള്ള അനുദിന അനുഗ്രഹ പ്രാർത്ഥന സ്റ്റാറ്റസ് ഇടുകയും ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുകയും ഉടമ്പടി ധ്യാനവും ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു. കൃപാസന പത്രം വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം പുരട്ടി ഇത് ലഭിക്കുന്ന എല്ലാവർക്കും മാതാവിൻ്റെ ഈശോയുടെ അനുഗ്രഹം കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ നൽകുമായിരുന്നു. കഴിഞ്ഞ മാസം ഞങ്ങൾ ബാംഗ്ലൂരിൽ പോയപ്പോൾ കന്നഡ പത്രം കൊണ്ടുപോയി വിതരണം ചെയ്തിരുന്നു. കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാനും എൻ്റെ ചേച്ചിയും എല്ലാ മാസവും 25 അല്ലെങ്കിൽ 30 പേർക്ക് ഭക്ഷണം ഒരുക്കുകയും റോഡ് സൈഡിലിരിക്കുന്ന സഹോദരങ്ങൾക്ക് ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കുകയും മരുന്നിനും മറ്റുള്ള ആവശ്യങ്ങൾക്കുമായി ഞങ്ങളുടെ അടുത്ത് ചോദിക്കുന്നവർക്ക് ഞങ്ങളത് നൽകുകയും ചെയ്തു പോന്നിരുന്നു. ഇത്രയും നൽകിയ അനുഗ്രഹങ്ങൾക്ക് മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങും. 126 സങ്കീർത്തനം 6 തിരുവചനമാണ്. ഇവിടെ തൻ്റെ മകളും അമ്മയും ഒരുമിച്ച് കുടുംബം ഒന്നിച്ചു നിന്ന് പറയുന്ന സാക്ഷ്യം, ജെയിൻ എന്ന തൻ്റെ മകള്, ആ മകൾക്ക് എങ്ങനെയാണ് തൻ്റെ അമ്മ ഉടമ്പടി എടുത്തതിന് ശേഷം അമ്മയുടെ കൂടെ വന്ന് ഇവിടെ 2019 വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ആ മകൾക്ക് ഘട്ടം ഘട്ടമായി 10+2 തൻ്റെ ജീവിതത്തിൽ താനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്ന മകൾ എങ്ങനെ നല്ല റിസൾട്ടൊക്കെ ആ മകൾക്ക് കിട്ടിയെന്നും പിന്നീട് താനിപ്പോൾ BSc നേഴ്സിംഗ് കഴിഞ്ഞു നിൽക്കുന്ന ഒരു മകളാണ്. എങ്ങനെയാണ് തനിക്ക് അനാട്ടമിയും പിന്നെ ഏത് സബ്ജക്റ്റാണ് അനാട്ടമി എന്നുള്ള ആ വിഷയത്തിന് ആ മകൾക്ക് 8th റാങ്ക് യൂണിവേഴ്സിറ്റിയിൽ കിട്ടുവാനിടയായതെങ്ങനെ? തനിക്കൊരിക്കലും അതിന് യോഗ്യതയില്ല എന്ന് തന്നെയാണ് ജെയിൻ പറയുന്നത്. തന്നേക്കാൾ കൂടുതൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. ആദ്യമേ തൻ്റെ ആഗ്രഹം മാതാവിനോട് സമർപ്പിച്ചെങ്കിലും തനിക്കിനി അത് വേണ്ട,
തനിക്കതിനുള്ള യോഗ്യതയില്ല, പഠിക്കുന്ന കുട്ടികൾക്ക് കിട്ടട്ടെ എന്നൊക്കെ ഈ മകൾ തന്നെ അത് വീണ്ടും ഇവിടെ പറയുകയുണ്ടായി. എന്നാൽ ഈ ഒരു കൃപ, യോഗ്യതയില്ലാത്ത ഈ കൃപ ഞാൻ ഈ മകൾക്ക് കൊടുത്താൽ ഈ ജെയിൻ എന്ന മകള് എനിക്ക് വേണ്ടി എന്ത് ചെയ്യും? ഈശോ തീർച്ചയായും ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ ഉടമ്പടി ധ്യാനങ്ങളിലൊക്കെ പറയുന്നത് പോലെ ആ ഈശോയുടെ ചിന്തയിൽ ഈ മകൾക്ക് സ്ഥാനമുണ്ടായി. അങ്ങനെ തനിക്ക് റിസൾട്ട് വന്ന്, തനിക്ക് യോഗ്യതയില്ലാത്ത റിസൾട്ട് കിട്ടിയപ്പോഴേ കൃപാസനത്തിൽ വന്ന് ഈ മകൾ ഉടമ്പടി എടുത്ത് ഇന്ന് ആരും ഫോഴ്സ് ചെയ്യാതെ തൻ്റെ ഉടമ്പടി ജീവിതം ഏറ്റവും വിശ്വസ്തമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നു. തനിക്ക് തൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ, അതുപോലെ കൂദാസ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ, പ്രാർത്ഥനാ ജീവിതം എത്രമാത്രം ഈശോയോട് ഇഴുകിച്ചേർന്ന് നിൽക്കുന്നു, ഇതൊക്കെ ജെയിൻ ഇവിടെ പറയുകയുണ്ടായി. വീണ്ടും തൻ്റെ പപ്പയ്ക്ക്, അതായത് തൻ്റെ ഹസ്ബൻഡിന് എങ്ങനെയാണ് വിശ്വാസ ജീവിതത്തിൽ മാറ്റം വന്നതെന്ന് അമ്മ ജിനി ഇവിടെ പ്രസ്താവിക്കുകയുണ്ടായി. ആ മകന് അമ്മ പ്രത്യക്ഷപ്പെട്ട് കൊന്ത ധരിക്കാൻ പറഞ്ഞു എന്നാണ് പറയുക. അങ്ങനെ ആ മകൻ ഇന്ന് ഏറ്റവും നല്ല രീതിയിൽ തൻ്റെ വിശ്വാസ ജീവിതം വിശ്വസ്തയോടെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു. കൃപാസന മാതാവിലെ വിശ്വാസമില്ലാതിരുന്ന മകൻ ഇന്ന് അമ്മയുടെ ഏറ്റവും വലിയ ഒരു അനുയായിയായി മാറുന്നു. ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട മകനായി മാറിയിരിക്കുന്നു. തൻ്റെ അമ്മയ്ക്ക് കിട്ടിയ രോഗസൗഖ്യം, അതുപോലെ തൻ്റെ പിതാവിന് പെർമിറ്റ്, അതൊക്കെ ഒരു വരുമാന മാർഗം നഷ്ടപ്പെട്ടത് എങ്ങനെയാണ് പിന്നീട് അതെല്ലാം ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ആ ഉപ്പ് സ്ഥാപിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ പറയാറുണ്ട്, നാം യോഗ്യരല്ല, ഇനി എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, ഇനി കർത്താവ് മാത്രമേ ഇവിടെ പ്രവർത്തിക്കുവാനുള്ളൂ. അതുതന്നെയാണ് തിരുവചനം നമ്മോട് അരുളി ചെയ്യുന്നത്. വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങും. ഇന്ന് ഈ കുടുംബം ഇന്നിവിടെ ഈ അൾത്താരയിൽ, അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ നമ്മോട് പങ്കുവയ്ക്കുന്നത് ഇതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരുന്ന് നിങ്ങൾ ഓരോരുത്തരും, നാം ഓരോരുത്തരും ഇന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ നിയോഗങ്ങൾ നമുക്ക് ഒത്തിരിയുണ്ട്. എന്നാൽ ഈ നിയോഗങ്ങൾ അമ്മയുടെ തിരുനടയിൽ നാം സമർപ്പിക്കുമ്പോൾ അമ്മ നടക്കുന്ന മണ്ണാണിത്, അത് നമുക്ക് മറക്കാതിരിക്കാം. അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ മണ്ണിൽ, അമ്മയുടെ പാദസ്പർശമേറ്റ ഈ മണ്ണിൽ നിന്നുകൊണ്ട് അനേക ആയിരങ്ങളുടെ ജപമാലകളോട് ചേർത്താണ്, എത്രയോ ദിവ്യ ബലികളോട് ചേർത്താണ്, ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ 40 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തോട് ചേർത്താണ് നാം ഇതെല്ലാം പ്രാർത്ഥിക്കുക. ഈ ഒരു ബാങ്ക് അക്കൗണ്ട് നമുക്ക് വേണ്ടി തുറന്നിരിക്കുകയാണ്. നമുക്കിതിൽ നിന്ന് കൃപയ്ക്ക് മേൽ കൃപ നേടാം. കരങ്ങൾ അടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി.